കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ കർമ്മല മാതാവിന്റെ ദർശന തിരുനാൾ സമാപിച്ചു. ചടങ്ങുകളിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അലോഷ്യസ് പോളയ്ക്കൽ നേതൃത്വം വഹിച്ചു. വിശ്വാസികളുടെ അഭയവും അനുഗ്രഹവുമായ കർമ്മല മാതാവിന്റെ 155ാമത് ദർശന തിരുനാൾ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ സമാപിച്ചു. ഡിസംബർ 29 മുതൽ ജനുവരി 2 വരെയായിരുന്നു തിരുനാൾ ആഘോഷം. ബുധനാഴ്ച നടന്ന വർഷാരംഭ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ജപമാല, ലതീഞ്ഞ എന്നിവയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അലോഷ്യസ് പോളയ്ക്കൽ നേതൃത്വം വഹിച്ചു. ആത്മീയ യാത്രയുടെ ദിവസങ്ങളായിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. രക്ഷകപിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് 25ാം ദിവസം ആരംഭിച്ച ആത്മീയ യാത്ര നാളെ സമാപിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാവർക്കും പുതിയ മത്സരത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ജനനം കൊണ്ട് ധന്യതയും ജീവിതം കൊണ്ട് ശ്രേഷ്ഠതയും നേടിയ പരിശുദ്ധ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ്, അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോണപ്പള്ളി വികാരി ഫാദർ സ്റ്റാൻലി കുന്നേൽ സന്ദേശം പകർന്നു. കോഴിപ്പള്ളി ബൈപ്പാസ് ചർച്ച് വ്യൂ റോഡിലൂടെ നടത്തിയ പ്രദക്ഷിണത്തിലും അനേകായിരങ്ങൾ പങ്കെടുത്തു. പ്രദക്ഷിണത്തിന് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയും കോതമംഗലം മർത്താമറിയം കത്തീഡ്രൽ വലിയ പള്ളിയും ഊഷ്മളമായ സ്വീകരണം നൽകി. വ്യാഴാഴ്ച വിശുദ്ധ കുർബാന, സെമിത്തേരി സന്ദർശനം, ദർശന സമൂഹ സമ്മേളനം, കുർബാന എന്നിവയോടെ പരിപാടികൾക്ക് സമാപനമായി. വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ, സഹവികാരിമാരായ ഫാദർ ജോസഫ് കുന്നംപുറത്ത്, ഫാദർ ജെയിംസ് പറയ്ക്കനാൽ, ഫാദർ ജോൺ മറ്റപ്പള്ളിയിൽ, കൈക്കാരന്മാർ തുടങ്ങിയവർ തിരുനാളാഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. മീഡിയ സിസ്റ്റി, കോതമംഗലം.